guys, this is V and you're watching Pioneer Musings by V. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് വന്നിട്ട് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലാലേട്ടനെ കുറിച്ചാണ്. അതെ, അദ്ദേഹത്തിൻ്റെ കഥയാണ്. 4 പതിറ്റാണ്ടിലേറെ, കൃത്യമായി പറഞ്ഞാൽ 46 വർഷമായി അദ്ദേഹം 400-ൽ പരം സിനിമകളിൽ തൻ്റെ കഴിവ് തെളിയിച്ചു. ഇന്നും കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയമെടുപ്പായി അദ്ദേഹം തുടരുകയാണ്. ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും നീണ്ട കാലയളവിൽ ഒരു ഇൻഡസ്ട്രിയുടെ നിരക്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കാൻ കഴിയുന്നത്? വില്ലനായി വന്ന് നായകനായി മാറി ഒടുവിൽ ഒരു നാടിൻ്റെ ഒന്നാകെ വികാരമായി മാറിയ ഒരു മനുഷ്യൻ്റെ കഥ. ഇത് വെറും ഒരു നടൻ്റെ കഥയല്ല, ഇത് മോഹൻലാൽ എന്ന അത്ഭുതത്തിൻ്റെ കഥയാണ്. 1960 മെയ് മാസം 21 വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരി അമ്മയുടെയും മകനായി ജനിച്ച മോഹൻലാൽ വിശ്വനാഥൻ നായർ 1978 ക്യാമറയ്ക്ക് മുന്നിൽ ആദ്യമായി നിൽക്കുമ്പോൾ വരാനിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തെ തന്നെ തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒരു യുഗമാണെന്ന് ആരും കരുതിയിരുന്നില്ല. 80കളിലും 90കളിലും അദ്ദേഹം വെള്ളിത്തിരയിൽ തീർത്ത കഥാപാത്രങ്ങൾ ഓരോന്നും മലയാളിയുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നവയാണ്. ദാസനിലൂടെ നമ്മൾ തൊഴിലില്ലായ്മയുടെ സങ്കടവും ചിരിയും കണ്ടു. സോളമനിലൂടെയും ജയകൃഷ്ണനിലൂടെയും നമ്മൾ പ്രണയിക്കാൻ പഠിച്ചു. സേതുമാധവനിലൂടെ നമ്മൾ വിങ്ങിപ്പൊട്ടി. ആടുതോമയിലൂടെയും നീലകണ്ഠനിലൂടെയും നമ്മൾ ആവേശം കൊണ്ട് കൈയടിച്ചു. ഒരു അഭിനേതാവിന് തൻ്റെ ക്യാരക്ടറിൻ്റെ സ്വാഭാവികതയും റേഞ്ചും എത്രത്തോളം വശത്താക്കാം എന്നതിൻ്റെ സമ്പൂർണ്ണ ഉത്തരമാണ് ലാലേട്ടൻ. മലയാളത്തിൽ മാത്രമായി ഒതുങ്ങി നിൽക്കാൻ ആ പ്രകടനങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിലും മോഹൻലാൽ എന്ന നടൻ തൻ്റെ കയ്യൊപ്പ് പതിപ്പിച്ചു. അഭിനയം മാത്രമല്ല, പാട്ടുകാരനായി, നിർമ്മാതാവായി, സംവിധായകനായി, വിതരണക്കാരനായി, വ്യവസായിയായി സിനിമയുടെ സമസ്ത മേഖലകളിലും അദ്ദേഹം തൻ്റേതായ മുദ്ര പതിപ്പിച്ചു. 1988 സുചിത്രയെ ജീവിത പങ്കാളിയാക്കി. ഇപ്പോൾ ഇതാ ആ അച്ഛൻ്റെ തണലിൽ വളർന്ന പ്രണവും വിസ്മയും ഇന്ന് സ്വന്തം വഴിയിൽ തിളങ്ങുന്നു. കഠിനാധ്വാനവും ആത്മാർത്ഥതയും എവിടെയുണ്ടോ അവിടെ അംഗീകാരങ്ങൾ തേടിയെത്തും. 5 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ, 2001 പത്മശ്രീ, 2019 പത്മഭൂഷൺ, ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമി നൽകിയ ലഫ്റ്റനന്റ് കേണൽ പദവി, ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലിക്കറ്റ് സർവകലാശാലയുടെയും ഓണററി ഡോക്ടറേറ്റുകൾ, 9 തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ. ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നായി ഈ കലാകാരൻ മാറിയപ്പോൾ അത് ഓരോ മലയാളിയുടെയും അഭിമാന നിമിഷമായിരുന്നു. 46 വർഷത്തിലേറെ നീണ്ട ഈ മാന്ത്രിക യാത്ര നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. കഴിവ് നിങ്ങളെ തുടക്കത്തിലെത്തിക്കാം, പക്ഷേ ഇതിഹാസമായി നിങ്ങളെ നിലനിർത്തുന്നത് നിങ്ങളുടെ നന്മയും നല്ല മാറ്റങ്ങളെ സ്വയം സ്വീകരിക്കാനുള്ള മനസ്സും സ്വന്തം കഴിവിനോട് അടങ്ങാത്ത അഭിനിവേശവുമാണ്. പരാജയങ്ങളുടെ ആഴങ്ങളിൽ തളരാതെ, വിജയങ്ങളുടെ കൊടുമുടിയിൽ അഹങ്കരിക്കാതെ, സ്വന്തം കർമ്മമേഖലയെ ഇത്രമേൽ പ്രണയിച്ച അദ്ദേഹത്തെ പോലെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ലാലേട്ടൻ പറയാറുള്ളതുപോലെ തുടരുക. ജീവിതമാണ് ജയം, മനസ്സാൽ വരിച്ചവന് തോൽവിയില്ല. നന്ദി ലാലേട്ട, മലയാളിയെ സ്വപ്നം കാണാനും ആത്മാർത്ഥമായി സ്നേഹിക്കാനും പഠിപ്പിച്ചവന്. ഞങ്ങളുടെ നെഞ്ചിലെ എന്നും മായാത്ത നക്ഷത്രമായി അങ്ങ് തുടരുക, എക്കാലത്തെയും വിസ്മയമായി തുടരുക. Stay positive, stay curious. This is me signing off from Pioneer Musings. Bye-bye.